മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഹൃദയാഘാതം മൂലം ചികിത്സയിൽ കിടന്നത് പട്ടം SUT ആശുപത്രിയിലാണ്. കൃത്യമായ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങളെല്ലാം തന്നെ അറിയുകയും ചെയ്തത്. ഇപ്പോൾ ആശുപത്രി CEO-യും ഒപ്പം തന്നെ സൂപ്രണ്ടുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സർ, ഒരുപക്ഷെ 29 ദിവസം, എനിക്ക് തോന്നുന്നു ഹൃദയാഘാതം മൂലം ഒരു ദിവസം രാവിലെ എത്തുന്നു. ആ 29 ദിവസത്തെ കാലയളവ് എത്രത്തോളം എങ്ങനെയായിരുന്നു ശരിക്കും? സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഇവിടെ ഇതിനു മുമ്പും ചികിത്സയിലുണ്ടായിരുന്നിട്ടുണ്ട്. 2019 അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നതാണ്. ഒരു പേഷ്യൻ്റ് എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ രോഗത്തെ അകറ്റാൻ അദ്ദേഹത്തിൻ്റെ ഒരു മനോദാർഢ്യം അത് ഞങ്ങൾ കഴിഞ്ഞവണയും കണ്ടിരുന്നു, ഇത്തവണയും കണ്ടു. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. റെസ്പോൺസ് ഇല്ലയെന്ന് വെച്ചാൽ ഹൃദയം ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്നു ഇവിടെ വരുന്നത്. 6 സൈക്കിൾ CPR കൊടുത്തപ്പോൾ അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ശ്വാസോച്ഛ്വാസം ഏതാണ്ട് നോർമലായി. പിന്നെ അദ്ദേഹത്തെ പക്ഷേ മൾട്ടി ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു. കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ, അങ്ങനെ മൾട്ടി ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ MD ICUവിലേക്ക് മാറ്റി. വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം. ഈ ഓരോ ദിവസവും ഡോക്ടർ രാജശേഖരൻ ഞങ്ങളുടെ MS-ൻ്റെ കീഴിൽ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് കുടുംബാംഗങ്ങളെയും വെച്ച് മെഡിക്കൽ ബോർഡ് എല്ലാ ദിവസവും കൂടിയിരുന്നു, ഞായറാഴ്ച ഒഴികെ. ആ മെഡിക്കൽ ബോർഡിന് ശേഷം ആണ് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം എല്ലാ ദിവസവും കൊടുത്തിരുന്നത്. അപ്പോൾ ചികിത്സ അത് ഒരു സീസോ ബാറ്റിൽ മാതിരിയാണ് ഞങ്ങൾക്ക് തോന്നി. ഒരു ബാറ്റിൽ ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു എൻ്റെ പോരാളി. ഓരോ ഓർഗൻ്റെയും ഫങ്ഷൻ ചിലപ്പോൾ നേരെയാകും, പിന്നെ ബുദ്ധിമുട്ടിലേക്കാവും. അങ്ങനൊരു മാറി മറിഞ്ഞുള്ള കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. എല്ലാത്തിലും ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, അദ്ദേഹം ജീവിക്കാൻ വേണ്ടി പോരാടുകയായിരുന്നു, രോഗത്തോടും പോരാടുകയായിരുന്നു. അതിൽ വിജയിക്കാൻ സാധിച്ചില്ല ഇത്തവണ എന്നുള്ളത് ഞങ്ങൾക്കും കൂടെ ഖേദകരമായൊരു സംഗതിയാണ്. മറ്റൊരു കാര്യം, ഒരുപാട് പേര് VS-ന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. SUT ആശുപത്രിയിലേക്കാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയിലേക്ക് നിരന്തരം കോളുകൾ വന്നിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ അവരോടുകൂടി ഇതൊക്കെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് തീർച്ചയായിട്ടും സ്വാഭാവികമാണല്ലോ. VS-നെ പോലെ ഒരു വ്യക്തി ചികിത്സയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ബുദ്ധിമുട്ടിലാണെന്ന് അറിയുമ്പോൾ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങളെപ്പോലെ തന്നെ, കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു. ആ ആകാംക്ഷ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും നിരന്തരമായിട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ ഞങ്ങൾ ഇറക്കിയിരുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ കൂടെ മാത്രമേ ഈ വിവരം അറിയിക്കാവൂ എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഓരോരുത്തരുടെയും നിലപാടല്ല അവിടെ പറയേണ്ടിയിരുന്നത്, അവിടെ എന്താണ് മെഡിക്കൽ സിറ്റുവേഷൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് എല്ലാ ദിവസവും എല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ വഴിയാണ്, ഇപ്പോൾ മീഡിയയിൽ നിന്നും നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും സുഹൃത്തുക്കളെല്ലാം വിളിച്ച് ചോദിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാം കൃത്യമായിട്ട് മെഡിക്കൽ ബുള്ളറ്റിനിൽ കൂടെയാണ് വിവരങ്ങൾ നൽകിയിരുന്നത്. അതാണ് എൻ്റെ ശരിയും. കൃത്യമായി മെഡിക്കൽ ബുള്ളറ്റിൻ വരേണ്ട സമയം പോലും നമ്മൾ കാത്തു നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ദിവസവും ആളുകൾ ചോദിക്കുമ്പോൾ. സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ VS-ൻ്റെ ഒരു വിൽ പവർ, എനിക്ക് തോന്നുന്നു മനഃശക്തിയും അതേ രീതിയിൽ തന്നെ ആരോഗ്യശീലങ്ങളും ഈ കാര്യത്തിൽ വലിയ, അതായത് ഈ ചികിത്സയുടെ കാര്യത്തിൽ പ്രതിരോധിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഈ 101 വയസ്സ് പ്രായമെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം തീർച്ചയായിട്ടും ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ലവണ്ണം കെൽപ്പുറ്റതായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിനോട് പ്രവേശിപ്പിക്കുന്നത്. ഹാർട്ട് ഏതാണ്ട് നിലച്ചിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ CPR കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെ ICUവിലേക്ക് മാറ്റി ഒരു സംഘം വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ, അത് കാർഡിയോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ഇൻറ്റൻസിവിസ്റ്റ്, എല്ലാവരും ചേർന്ന്, ന്യൂറോളജിസ്റ്റ്, എല്ലാവരും ചേർന്നുള്ള ഒരു സംഘത്തിൻ്റെ സ്ഥിരം നിരീക്ഷണത്തിലായിരുന്നു. അവരുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ കുറച്ച് ജീവൻ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് തന്നെ കിട്ടിയത്. തീർച്ചയായിട്ടും ഈ ഹൃദയാഘാതം തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ വൈറ്റൽ ഓർഗൻസിലേക്കുള്ള ഓക്സിജൻ നിലച്ചു പോയിരുന്നു. അതുകൊണ്ട് ബ്രെയിൻ, ലിവർ, ഹാർട്ട്, കിഡ്നി ഇതെല്ലാം
വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇതൊക്കെ അപ്പോഴപ്പോഴും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൃത്യമായ ചികിത്സകൾ നൽകാനായിട്ട് ഈ മെഡിക്കൽ സംഘത്തിന് കഴിഞ്ഞു. അതിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നൊരു ടീമിനെ തന്നെ ഗവൺമെൻറ് നിയോഗിച്ചിരുന്നു. അവർക്കും ഒരു വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമില്ലായിരുന്നു. ഞങ്ങളുടെ ചികിത്സ തന്നെ അവരും തുടരാനായിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഓരോ ദിവസവും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിന് ശേഷം ബന്ധുക്കളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ചികിത്സകൾ മുന്നോട്ട് പോയിരുന്നത്. എന്നിരുന്നാലും ഒരു 29 ദിവസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ശരീരപ്രകൃതിയുടെ ഒരു പ്രത്യേകതയായിരിക്കും. വിൽ പവറിന് ചിലപ്പോൾ ഒരു പ്രസക്തി ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു സർ, ചില ഘട്ടത്തിലെ ഈ BP കുറയുന്നു, ഡയാലിസിസ് നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നു, വീണ്ടും ബുദ്ധിമുട്ടാകുമ്പോൾ ഡയാലിസിസ് തുടങ്ങുന്നു, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അത് എത്രത്തോളം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിദഗ്ധമായൊരു ചികിത്സ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിക്കും ശ്രമകരമായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ ഈ റീനൽ കിഡ്നി ഫെയിലുവർ ആണെങ്കിൽ. പക്ഷേ ഈ ഒന്നിലധികം അസുഖങ്ങൾ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ മറ്റതിന് വിരുദ്ധമായിട്ട് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൺഫ്യൂഷൻ വരും. പിന്നെ ഇതിനെ ഏകോപിപ്പിക്കാനായിട്ട് എൻ്റെ പ്രയത്നവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു വളരെ ശ്രമകരമായിട്ടുള്ള, VS പോലെ ഒരാൾ വരുമ്പോൾ നമുക്ക് അതിൽ കുറഞ്ഞ ഒരു ചികിത്സയും നമുക്ക് നൽകാൻ പറ്റിയില്ലല്ലോ. കൂട്ടായ പ്രവർത്തന ശൈലി മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ കീഴിൽ അദ്ദേഹമായിരുന്നു ഇതെല്ലാം ഏകോപിപ്പിച്ചിരുന്നത്. വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ നിരീക്ഷിച്ച് അതനുസരിച്ചുള്ള പ്രതികരണങ്ങളായിരുന്നു. പിന്നെ ഇത്ര പ്രായാധിക്യമുള്ള ഒരു വ്യക്തിയായതുകൊണ്ടും ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പും അത് കുറച്ച് ശയ്യാവലംബിയായിരുന്നു. അപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ബെഡ് സോറ് പോലും വരുത്താതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റാഫിൻ്റെയും നഴ്സിംഗ് സ്റ്റാഫിൻ്റെയും പ്രാഗൽഭ്യം, അവരുടെ പ്രാവീണ്യം തന്നെയാണെന്ന് വേണം. ഞാൻ ഒരു ക്ലിനിക്കൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും. അത് വളരെ ശ്രമകരമായൊരു സംഗതിയാണ്. അത് സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇത്രയും പ്രായാധിക്യമുള്ള ഒരു വ്യക്തി, മൾട്ടിപ്പിൾ ഫങ്ഷൻ ഡിസോർഡറായിട്ട് കിടക്കുന്ന ഒരു വ്യക്തി, ഇൻഫെക്ഷൻ വരാൻ വളരെയധികം സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ ചെയ്തിരുന്നു. ആരെയും അദ്ദേഹത്തെ കുടുംബാംഗങ്ങളും ഡോക്ടർമാരും അല്ലാതെ, നഴ്സുമാരും അല്ലാതെ വേറെ ആരെയും അദ്ദേഹത്തിന് സന്ദർശിക്കാൻ അനുവദിച്ചിരുന്നില്ല, ആരെയും. മുഖ്യമന്ത്രി വന്ന് അങ്ങനെ സന്ദർശിക്കണമെന്ന് പോലും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം അരുൺകുമാറിനെ കണ്ടിട്ട് മടങ്ങുകയും ഡോക്ടർമാരുമായിട്ട് സംസാരിച്ച് മടങ്ങുകയായിരുന്നു. ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, ആരും തന്നെ കാണണമെന്നൊരു ശാഠ്യം പിടിക്കുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടില്ല. അത് എല്ലാവരും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ചികിത്സ ഇത്രയും സക്സസ്ഫുൾ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. പക്ഷേ ചികിത്സകരെ സംബന്ധിച്ചിടത്തോളം എത്ര ശ്രമകരമായിരുന്നിട്ട് പോലും അത് ശരിയായ രീതിയിൽ നിർവഹിക്കാൻ സാധിച്ചത് എല്ലാവരും കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങളും പിന്നെ ഈ ബാക്കി സന്ദർശകരുമൊക്കെ. ആരും അദ്ദേഹത്തെ പോയി കാണണമെന്നൊരു ശാഠ്യം പിടിച്ചിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ പറയുന്നതെല്ലാം അതേമാതിരി ചെയ്ത് തീർക്കുകയായിരുന്നു. മറ്റൊരു കാര്യം, ഒരു പോരാളി എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു 29 ദിവസത്തെ ഘട്ടത്തിൽ ഏതെങ്കിലും സമയം ഇപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? അതായത് ഇടയ്ക്ക് ചില മൂവ്മെൻറ്റ്സിൻ്റെ ഇതൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നു. ഉദാഹരണത്തിന് നാക്കിൻ്റെ മൂവ്മെൻറ്റ്, ഒരു ശ്വാസം വിടാനുള്ള ഒരു അറ്റംപ്റ്റ്, അങ്ങനെ ചില ജീവൻ്റെ ചില തുടിപ്പുകൾ തീർച്ചയായിട്ടും കണ്ടിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് തോന്നിയിരുന്നത്. ബന്ധുക്കൾക്കും അത് വളരെ ആശ്വാസകരമായൊരു ഒബ്സർവേഷൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കാർഡിയാക് അറസ്റ്റ് കൊണ്ടുള്ള ആഘാതം എല്ലാ അവയവങ്ങളെയും കാര്യമായിട്ട് ബാധിച്ചതുകൊണ്ട് അതൊന്നും അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഇത് നടന്നില്ല എന്ന് വേണം അനുമാനിക്കാനായിട്ട്. എന്നിരുന്നാലും 29 ദിവസം പിടിച്ച് നിന്നു എന്ന് അത് തന്നെ ഒരു സാധാരണ കാണുന്ന ഒരു പ്രതിഭാസമല്ല. പല ഘട്ടത്തിലും ആളുകൾ തന്നെ പ്രതീക്ഷ പോകുന്നു എന്ന തരത്തിലേക്ക് പോലും എത്തിയിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നാണ് പിന്നീട് മാറ്റമുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യം. ഈ സീസോ ബാറ്റിലിന് ഞാൻ നേരത്തെ പറയാൻ കാര്യം, ഇന്ന് മോശമാണെങ്കിൽ നാളെ നന്നാകുന്ന കുറേയും കൂടി ബെറ്ററായിട്ട് വരുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്.
ഇത് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവസ്ഥ ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർക്ക് അറിയാമായിരുന്നു, കുടുംബാംഗങ്ങൾക്കും അറിയാമായിരുന്നു. പക്ഷേ ആശ തരുന്ന ചില ഡെവലപ്മെൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. മറ്റൊന്ന്, ഇപ്പോൾ അരുൺകുമാറിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ അരുൺ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ ഈ ഒരു 4 വർഷത്തോളം കൂടെ നിന്ന് പരിചരിച്ച ഒരാളാണ്. അപ്പോൾ ഈ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയം തൊട്ടും ഈ കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വന്ന് സഹകരിച്ചു വരുന്ന ഒരാളായിരിക്കും അല്ലേ? വളരെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അരുൺകുമാറിൻ്റെ മുമ്പിൽ, എൻ്റെ അച്ഛനും ഇതുപോലെ കുറച്ചുനാൾ അസുഖം ബാധിച്ച് കിടന്നിരുന്നു. എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. ഒരു മാതൃകാ മകൻ എന്ന് വേണമെങ്കിൽ അരുൺകുമാറിനെ വിളിക്കാം. ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും കരുതലോടെ അച്ഛനെ പരിചരിക്കുകയും ബാക്കിയുള്ളവരെ പരിചരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു മാതൃകാ പുത്രൻ എന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം. ഏറ്റവും അവസാനം എനിക്കൊരു വ്യക്തിപരമായി ചോദിക്കുകയാണ്, ഈ ഇവിടെ നിന്നും അതായത് 29 ദിവസത്തെ വലിയൊരു, പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയൊരു പോരാട്ടം തന്നെയാണ്. 29 ദിവസം തന്നെ ഇത്രയും രോഗാവസ്ഥയിൽ വന്ന് ഇതിനെ അതിജീവിച്ചു, ആ 29 ദിവസത്തോളം അതിജീവിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ പിന്നീട് കണ്ട, അതായത് മരണശേഷം വലിയൊരു ആൾക്കൂട്ടം തന്നെ അദ്ദേഹത്തിൻ്റെ പിറകെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും എന്ത് തോന്നുന്നു, ഒരു പേഴ്സണലി വ്യക്തിപരമായി എന്താ? ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇൻഫാക്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു മൃതദേഹം ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും. ഞങ്ങൾ ICUവിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോഴേക്കും പാർട്ടി പ്രവർത്തകരും അനുയായികളും മൃതദേഹം ഏറ്റെടുക്കുകയായിരുന്നു. പൊതുജനങ്ങളെ അകത്തേക്ക് വരാൻ സമ്മതിച്ചിരുന്നില്ല, ഒബ്വിയസ്ലി കാരണങ്ങൾ കൊണ്ട്. പുറത്ത് വന്നപ്പോൾ ഞാൻ അത്രയും നേരം അകത്തായിരുന്നുകൊണ്ട് ഇത്രയും ആൾക്കൂട്ടം ഇവിടെ തടിച്ചുകൂടിയിരുന്നു എന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതും ചെറുപ്പക്കാർ പോലും ആ മുദ്രാവാക്യം വിളിക്കുന്ന വീറും ആവേശവും കണ്ട് ഞങ്ങളും വികാരങ്ങൾക്ക് അടിമകളായി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം അത്ര ഒരു പ്രക്ഷുബ്ധമായിരുന്നു അന്തരീക്ഷം. അത് കണ്ട് അനുഭവിച്ചാലേ ശരിക്കും അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം, അദ്ദേഹത്തിനോടുള്ള കരുതൽ, ആ സ്നേഹമെല്ലാം വളരെ പ്രകടമായിരുന്നു. അവസാനത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത് ഏകദേശം ഒരു 4 മണിക്കാണ്. 3:20 അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും, ഒരുപക്ഷെ അതുവരെ സാറിൻ്റെ പേരിൽ വന്ന ആ മെഡിക്കൽ ബുള്ളറ്റിനിലെല്ലാം ഒരു പ്രതീക്ഷയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ അത് ഇതാകുമ്പോൾ സാറിന് തോന്നിയൊരു? തീർച്ചയായിട്ടും വളരെ വേദനയോടുകൂടിയാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ. പക്ഷേ നമ്മൾ വസ്തുതകൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് റെസിസ്റ്റ് ചെയ്യാനൊക്കെ ഇല്ലല്ലോ. തീർച്ചയായിട്ടും വേദനാജനകമായൊരു ന്യൂസാണ്. എന്നിരുന്നാലും പൊതുജനങ്ങളും മീഡിയയും ഒക്കെ വളരെ സംയമനത്തോടു കൂടിയാണ് ഇത്തരം ഒരു സിറ്റുവേഷന്. കാരണം 29 ദിവസം ഇവിടെ കിടന്നെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ കാണാറുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കുത്തിയിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പോകുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നവും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ആശുപത്രിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഇദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ അവർ സംതൃപ്തരാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ. ഒരുപക്ഷെ ആ 29 ദിവസം കിട്ടിയ ആ ചികിത്സ അത് ഏറ്റവും വലിയൊരു ചികിത്സ തന്നെയായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ SUT ആശുപത്രിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത്രയധികം ആളുകൾ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ VSൻ്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന മനുഷ്യർ, VSന് ഇഷ്ടപ്പെടുന്ന മനുഷ്യർ, ഇവരൊക്കെ ഈ ആശുപത്രിക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം ഇത്ര സമയവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവിട്ടത് സാർ. താങ്ക് യു.